മഹാരഥന്മാരായ ഇമാമിങ്ങൾ അവിടുന്ന് പറയുകയാണ്, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ട് അത് പരിഗണിക്കാതെ നടക്കുന്നവരെ, റമദാൻ വന്നിട്ട് നോമ്പ് പിടിക്കാതെ നടക്കുന്നവരില്ലേ, റമദാൻ വന്നിട്ട് പള്ളിയിൽ പോലും കയറാത്തവരില്ലേ, അലസരായി നടക്കുന്നവരില്ലേ, മുഖം തിരിച്ച് നടക്കുന്നവരില്ലേ, അല്ലാഹു അവസരം തന്ന മുസ്ലിമേ, മഹാന്മാരായ ഇമാമിങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാ, ഇദാ വജദൽ ഇൻസാനു ലിൽ ഖൈരി ഫുർസതാ വലം യഗ്തനിംഹാ ഫഹുവ ലാ ശക അജ്സാ. അല്ലാഹു നന്നാകാൻ അവസരം തന്നവരെ, ഇബാദത്ത് ചെയ്യാനുള്ള അവസരം തന്നവരെ, ആ അവസരങ്ങളെ മുഖവിലക്കെടുക്കാതെ ആരാണ് നടന്നു പോകുന്നത്? ആരാണ് വിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ സനാതന ധർമ്മങ്ങളെ പുറങ്കാല് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി റമദാൻ വന്നാലും പ്രശ്നമില്ല, ആരാണങ്ങനെ നടക്കുന്നത്? അവരാണ് പരാജയപ്പെട്ടു പോകുന്നത് എന്ന് മഹാന്മാരായ ഇമാമികൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു തന്ന അവസരങ്ങൾ നമ്മൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഫഹൽ മിസ്ലു ഹാദാ ശഹീർ ലിൽ അഫ്വി മൂസിമു വലാകിൻ ഫൈനൽ ആമിലുൽ മുതനാഹിസു. തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടാൻ ജീവിതത്തിൽ സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കാനും ഇതുപോലൊരു നല്ല മാസമില്ല മുസ്ലിമേ. ഇതുപോലെ റമദാൻ പോലെ വേറെ ഏത് മാസമാ ഉള്ളതോ? അതുകൊണ്ട് നഷ്ടപ്പെടുത്തല്ലേ, റമദാനിന്റെ പകരവുകളെ നഷ്ടപ്പെടുത്തല്ലേ, ആ റമദാനെ തെറ്റ് ചെയ്തുകൊണ്ട് നടക്കല്ലേ. ഇമാമിങ്ങൾ പറയുകയാണ്, ഇതുപോലെ പാപങ്ങൾ പൊറുക്കാൻ വേറെ ഏത് മാസമാ ഉള്ളതോ? ഇതുപോലെ സദകർമ്മങ്ങൾ ചെയ്യാൻ ഏത് മാസമാ ഉള്ളതോ? അതുകൊണ്ട് റമദാനെ ഉപയോഗപ്പെടുത്തണേ. ആരാണ് റമദാൻ അനുസരിക്കാൻ നടക്കുന്നവരോ, ആരാണ് റമദാനെ ബഹുമാനിക്കാത്തവരോ, അവര് പരാജിതരാ, അവർ പരാജിതരാണെന്ന് ഇമാമിങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നാവോ, നമ്മുടെ ജീവിതത്തെ നന്നാക്കോ, നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കോ, അല്ലാഹു തന്നതാണ്, മറന്നു പോകല്ലേ, നമ്മളാലും മനസ്സരാകല്ലേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈ റമദാനിൽ ധാരാളം നന്മകൾ ചെയ്ത് ധാരാളം ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഒരിക്കലും മഅസൂമികളല്ല പ്രിയപ്പെട്ടവര്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അറിഞ്ഞും അറിയാതൊക്കെ എത്രയോ തെറ്റുകുറ്റങ്ങൾ വർഷങ്ങളായി നമ്മൾ ചെയ്യുമ്പോൾ ആ തെറ്റുകുറ്റങ്ങളെ ഒന്ന് പൊറുക്കാൻ അല്ലാഹു തരുന്നൊരു അവസരമാണ് റമദാൻ. ഇനിയൊരു റമദാൻ നമുക്ക് കിട്ടുമോ? നമുക്കറിയില്ല. ഇനി ഇതുപോലൊരു അവസരം അല്ലാഹു നമുക്ക് തരുമോ? നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന രീതിയിൽ തൗബ ചെയ്ത് നമുക്ക് മടങ്ങേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു റമദാൻ കൊടുക്കുകയാണ്. റമദാനിലേക്ക് എത്താനുള്ള ഒരു വലിയ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുത്താൽ അങ്ങനെ റമദാന് പരിപൂർണമായി കഴിഞ്ഞു കടന്നു. റമദാൻ എന്ന് പറയുന്ന മഹാസൗഭാഗ്യം ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുകയാണ്. അങ്ങനെ റമദാന് കഴിഞ്ഞു കിടക്കുകയാണ്. എന്നിട്ടോ ആ റമദാൻ വിട്ടുപിരിയുന്നതിന് മുമ്പ് അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ല എങ്കിലോ അവൻ നശിച്ചു പോകട്ടെ, അവൻ നാശത്തിലാകട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എത്ര വലിയ കുടുംബാപങ്ങൾ ചെയ്തവനാണെങ്കിലും എത്ര വലിയ തെറ്റുകൾ ചെയ്തവനാണെങ്കിലും റമളാൻ അവൻ റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. സാധാരണ മാസങ്ങൾ പോലെയല്ലോ റമളാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് നരകമോചനം കൊടുക്കുന്ന സമയമാണ്. എത്ര വലിയ കുടുംബാപങ്ങൾ ചെയ്തവന് പോലും അല്ലാഹു പുറത്തു കൊടുക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ അല്ലാഹു റമളാൻ കൊടുക്കുകയാണ്. അങ്ങനെ റമളാൻ കഴിഞ്ഞു കിടന്നു, എന്നിട്ട് പോലും ഒരു മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ല എങ്കിലോ അവൻ നശിച്ചു പോകട്ടെ, അവൻ നാശത്തിലാകട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഇതുപോലെ വേറെ ഏത് മാസമാ ഉള്ളതോ? എത്ര കൊല്ലമായി റമളാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ടോ? എത്ര റമളാൻ കഴിഞ്ഞു പോയി മുസ്ലിമേ? എന്റെയും നിന്റെയും പാപങ്ങൾ പുറത്തു തന്നിട്ടുണ്ടോ? എന്തേ നമുക്ക് പേടിയില്ലാത്തതെന്തോ? നമുക്കെന്തേ മരണഭയമില്ലാത്തതോ? നമുക്കെന്തേ നരകത്തെ പേടിയില്ലാത്തതോ? കോടാനുകോടി ജനങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്ന, എത്രയോ ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന റമളാൻ നഷ്ടപ്പെടുത്തി കളയല്ലേ മുസ്ലിമേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാ, ലിഅന്ന റമളാൻ ശഹ്റു റഹ്മത്തിൻ വമഗ്ഫിറ. ഈ റമളാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടിമകളോട് കാരുണ ചെയ്യുന്ന, അല്ലാഹുവിന്റെ അടിമകളോട് അല്ലാഹു കാരുണ്യം കാണിക്കുന്ന മാസമാണ്. വമഗ്ഫിറത്തുൻ മിനല്ലാഹ്, അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന മാസവും കൂടിയാണ് ഈ റമളാൻ എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, ഫഇല്ലം യുഗ്ഫർ ലഹു ഫീ, എന്നിട്ട് ഈ പരിശുദ്ധമായ റമളാനിലോ ഒരു മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നില്ല എങ്കിലോ ഫഹുവ മഗ്ബൂർ, അവൻ നശിച്ചു പോയവനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്, അവൻ നാശത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ജീവിതത്തിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണോ? ജീവിതത്തിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, എല്ലാം ശരിയാണ്. പക്ഷേ അല്ലാഹു നിന്നെ വിളിക്കുകയാണ്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു വിളിക്കുന്നത് അവന്റെ മഗ്ഫിറത്തിലേക്ക്. അല്ലാഹു പൊറുത്തപ്പെടുന്ന മാസമാ റമളാൻ, അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുന്ന മാസമാ റമളാൻ. അതുകൊണ്ട് നിരാശരോടെ മാറി നിൽക്കല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അല്ലാഹു പൊരുത്തം കൊടുക്കുന്ന മാസമല്ലേ റമളാനെ. കടന്നു വാ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ഓടിവാ, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, ഇത്രയും വലിയ അവസരം തന്നിട്ട് റമളാൻ എന്ന് പറയുന്ന പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഇത്രയും വലിയ അവസരങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ട് ഫഇല്ലം യുഗ്ഫർ ഫീ, എന്നിട്ട് പോലും ഈ മാസത്തിൽ ഒരാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ല എങ്കിലോ, എന്നിട്ട് പോലും ഒരു മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ല എങ്കിലോ ഫഹുവ മഗ്ബൂർ, അവൻ പരാജിതനാണ്, പരാജയപ്പെട്ടു പോയവനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും നല്ലൊരു അവസരം അല്ലാഹു തരിക. അല്ലാഹു നമുക്ക് തന്ന വലിയ അവസരമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പ്രാവശ്യം ആമീൻ എന്ന് പറയുകയാണ്. സ്വഹാബികൾ നോക്കുമ്പോൾ എന്തേ പതിവിന് വിപരീതമായി അല്ലാഹുവിന്റെ ഹബീബ് ആമീൻ പറയുന്നുണ്ടല്ലോ. നിസ്കാരം കഴിഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് قد سمعنا منك اليوم شيئا ما كنا نسمعه. എത്രയോ പ്രാവശ്യം അങ്ങ് മെമ്പറിൽ കയറുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് നബിയെ, ഒരിക്കൽ പോലും അങ്ങ് ഇതുപോലെ ആമീൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല റസൂലേ
എന്തേ നബി അങ്ങ് ആമീൻ പറയാനുള്ള കാരണം എന്താ? അള്ളാന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, എന്റെ സ്വഹാബ, ഞാൻ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. 3 പ്രാവശ്യം 3 കാര്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ ഞാൻ ആമീൻ പറഞ്ഞ സ്വഹാബ, അതിലൊന്നാമത്തെ ദുആ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, ബഅദ മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. വിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. ആ റമളാൻ കടന്നു വന്നിട്ട് ഒരാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നില്ല എങ്കിലോ അവൻ നശിച്ചു പോകട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ വിദൂരമാകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു സ്വഹാബ. അങ്ങനെ ജിബ്രീൽ ദുആ ചെയ്യുമ്പോ ഞാൻ ആമീൻ പറഞ്ഞതാ. റമളാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്ന മാസമാണ്, അല്ലാഹു കരുണ ചെയ്യുന്ന മാസമാണ്. എത്ര വലിയ കുടുംബാപങ്ങൾ ചെയ്തവന് പോലും അല്ലാഹു പുറത്തു കൊടുക്കുന്ന മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. എന്നിട്ട് പോലും ഒരു മനുഷ്യന്റെ ദുആനെ അല്ലാഹു സ്വീകരിക്കാതെ വന്നാൽ, ഒരു മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടാതെ വന്നാൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്യുകയാണ്. അതിന് ഞാൻ ആമീൻ പറഞ്ഞതാ. രണ്ടാമത്തെ ജിബ്രീൽ എന്ത് ദുആ എന്തെന്നറിയുമോ? ബഅദ മൻ ദുകിർത ഇൻദഹു, നബിയെ അങ്ങയുടെ പേരൊരാൾ പറയുകയാണ്, എന്നിട്ടോ ഫലം യുസല്ലി അലൈക, നബിയെ അങ്ങയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ഇല്ലാത്തവരാരാടോ അവരും ഇതുപോലെ നശിച്ചു പോവുകയാണ്, അവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്യുകയാണ്. ജിബ്രീൽ അങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാ. അല്ലാഹുവിന്റെ ഹബീബോടൊന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാ, ജിബ്രീലിന്റെ രണ്ടാമത്തെ ദുആ അങ്ങനെയാ. മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ഇല്ലാത്തവർ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ഇല്ലാണ്, നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ഇല്ലാതെ മൈൻഡ് ചെയ്യാതെ പോകല്ലേ. ജിബ്രീലിന്റെ ശാപമുണ്ട്, അല്ലാഹുവിന്റെ ശാപമുണ്ട്. വിശുദ്ധമായ റമളാൻ കടന്നു വന്നിട്ട് പോലും ഒന്ന് തൗബ ചെയ്യാത്തവരെ നിങ്ങൾക്ക് ജിബ്രീലിന്റെ ശാപമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ജിബ്രീലിന്റെ ദുആയ്ക്ക് ആമീൻ പറഞ്ഞതാ, മറന്നു പോകാൻ പാടില്ല. മൂന്നാമത്തെ ജിബ്രീൽ എന്ത് ദുആ എന്തെന്നറിയുമോ? ബഅദ മൻ അദ്റക അബവൈഹിൽ കിബറു ഇൻദഹു ഔ അഹദുഹുമാ, ഒരാൾക്ക് തന്റെ ജീവിതകാലത്ത് മാതാപിതാക്കളെ ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരമുണ്ട്. മാതാപിതാക്കളെ ജീവിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടു പോയ വാപ്പയുണ്ട്, അല്ലെങ്കിൽ വാപ്പ മരണപ്പെട്ടു പോയ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഫലം യുദ്ഖിലാഹുൽ ജന്ന, അവർക്ക് വേണ്ട വിധത്തിൽ അവർക്ക് പരിഗണിക്കാതെ നടന്നാൽ അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുമല്ലോ. മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോ അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയാണ്, അവരുടെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതായ ഒരു മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുക്കുകയാ. അങ്ങനെ മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോ അവരെ മൈൻഡ് ചെയ്യാത്തവരുണ്ടല്ലോ, അവരെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാത്തവരുണ്ടല്ലോ, അവരോട് നന്ദി കേട് കാണിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്നവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കൂല. മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹു അവര് കാരണമായിട്ട് ഒരു മനുഷ്യന് സ്വർഗം കൊടുക്കുന്നില്ല എങ്കിലോ അവനും നശിച്ചു പോകണേ അല്ലാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആമീൻ പറയുകയാ.